السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ സദസ്സിൽ മുടങ്ങാതെ വന്നിരുന്ന പലരും രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ വിശ്രമിക്കുന്നവരുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. പലരും മരണപ്പെട്ടു പോയി. അവരുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇന്ന് സ്വല്പനേരം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു വിഷയമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ പറയുന്നത് പോലെ കേവലം നമ്മൾ ഒരു നിസ്കാരം ഖുർആനോത്തൊക്കെ ദിക്റോ ആയിട്ട് ഇങ്ങനെ മാത്രം ജീവിച്ചാൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടപ്പാടുകളും ബാധ്യതകളും പൂർണ്ണമായും അതുകൊണ്ടൊന്നും തീരുകയില്ല. അതിനു പുറമെ ഈ സമൂഹത്തോട് നമുക്കൊരുപാട് കടപ്പാടുകളും ബാധ്യതകളുമുണ്ട്. ഈ കടപ്പാടുകളും ബാധ്യതകളുമെല്ലാം തീർക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥമായ അവൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർത്ത ഒരു മുസ്ലിമായി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്തുൻ നിസായിലൂടെ നമ്മോട് പറയുന്ന ഒരായത്ത്, വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികൂ ബിഹി ശൈഅൻ, അല്ലാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. ഇവിടെ അല്ലാഹ് പറയുന്നത് നോക്കണം. ആദ്യം പറഞ്ഞത് അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അപ്പൊ ഇബാദത്തിൽ പെടുന്നതാണ് നമ്മുടെ നിസ്കാരങ്ങളും നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, സ്വതക്കകൾ, ഇതൊക്കെ ഇബാദത്തുകളാണ്. അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ശൈഅൻ, ഇബാദത്തുകളിൽ അല്ലാഹുവിനോട് നിങ്ങൾ പങ്കുകാരെ ഉണ്ടാക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. അപ്പൊ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യണം. അടുത്ത ഒരു കൽപ്പനയാണ് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. വബിദിൽ ഖുർബാ, കുടുംബങ്ങൾക്കും നിങ്ങൾ ഗുണം ചെയ്യണം. അടുത്ത കുടുംബങ്ങൾക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വൽ യതാമ, യതീമുകളായ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വൽ മസാകീൻ, പാവപ്പെട്ട ആളുകൾക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വൽ ജാരിദിൽ ഖുർബ, നിങ്ങളോട് കുടുംബ ബന്ധമുള്ള അയൽക്കാരുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വൽ ജാരിൽ ജുനുബ്, കുടുംബ ബന്ധമില്ലാത്ത അയൽക്കാർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. വസ്വാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ, ഈ ഒരു പോയിന്റിലാണ് നിങ്ങളോട് ഞാൻ ഇന്ന് സ്വല്പനേരം സംസാരിക്കുന്നത്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം,
ഒന്നിനോടും നിങ്ങൾ പങ്കുചേർക്കരുത്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യണം, യതീമുകൾക്ക് ഗുണം ചെയ്യണം, പാവപ്പെട്ടവന് ഗുണം ചെയ്യണം. കുടുംബക്കാരായ അയൽക്കാർക്കും കുടുംബക്കാരല്ലാത്ത അയൽക്കാർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. പ്രത്യേകം പറഞ്ഞു. അയൽവാസികൾ, ഇതാണ് സ്വല്പനേരം നിങ്ങളോട് ഞാൻ പറയുന്നത്. ഒരു അയൽവാസിയും വിശ്വാസിയും യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ അയൽവാസികളോടുള്ള കടമകൾ പാലിച്ചിരിക്കണം. ഖുർആൻ ഇവിടെ വ്യക്തമായി പറയുന്നു, രണ്ട് രീതിയിലുള്ള അയൽവാസികളുണ്ട്. ഖുർആനിൽ ഈ പോയിന്റിൽ പറയുന്നത് രണ്ട് രീതിയിലുള്ള അയൽവാസികളാണ്. ഒന്ന് കുടുംബ ബന്ധമുള്ള അയൽവാസി, മറ്റൊന്ന് കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി. കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി രണ്ട് രീതിയിൽ ഇനി വരാം. ഒന്നുകിൽ മുസ്ലിമായിട്ടുള്ള ഒരു അയൽവാസി, മറ്റു മുസ്ലിം അല്ലാത്ത ഒരു അയൽവാസി. ഇതെന്താ ഇങ്ങനെ വേർതിരിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ ആളുകളോടുമുള്ള കടമകളും കടപ്പാടുകളും വ്യത്യസ്തങ്ങളാണ്. ഒരു മുസ്ലിമായ അയൽവാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ മുസ്ലിമായ അയൽവാസിയോട് ആ ജനാസ സംസ്കരണത്തിലൊക്കെ പങ്കെടുക്കുക എന്ന ഒരു കടപ്പാട് ഈ മുസ്ലിമായ അയൽവാസിക്കുണ്ട്. എന്നാൽ ഒരു അമുസ്ലിമായ അയൽവാസിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനാസ സംസ്കരണം നമ്മുടെ ജനാസ സംസ്കരണവുമായി വ്യത്യസ്തമാണ്. അവർ ചിലപ്പോ കത്തിക്കലായിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ചടങ്ങുകൾക്ക് അന്യമതസ്ഥരായ ആളുകൾ ചെല്ലാൻ പറ്റാത്ത ആളുകളായിരിക്കാം. അതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് സഹായിക്കുന്നതിലും മറ്റൊക്കെ ഒരു പരിധിയുണ്ട്. ഇങ്ങനെ പല വ്യത്യാസങ്ങളും ഉള്ളതുകൊണ്ട് അയൽവാസികളാണെങ്കിൽ മുസ്ലിമായ അയൽവാസിയോട് പ്രത്യേക കടപ്പാടുകളും അതല്ലാത്ത അയൽവാസികളോട് അതിൻ്റെതായ ബാധ്യതകളുമായിട്ടാണ് ഈ ആയത്തിനെ വിശദീകരിച്ച് മഹാന്മാര് പഠിപ്പിക്കുന്നത്. മഹത്തുക്കളായ ആളുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് 3 രീതിയിലാണ് അയൽവാസികൾ ഉണ്ടാവുക എന്ന്. ഒന്ന് കുടുംബക്കാരായിട്ടുള്ള അയൽവാസികൾ, മറ്റൊന്ന് സാധാ മുസ്ലിമായിട്ടുള്ള അയൽവാസികൾ, മൂന്നാമത്തത് മുസ്ലിം അല്ലാത്ത കുടുംബക്കാരുമല്ലാത്ത മറ്റു മതസ്ഥരായിട്ട് നിന്റെ വീടിന്റെ അടുത്തൊക്കെ താമസിക്കുന്ന അയൽവാസികൾ. ഈ 3 അയൽവാസികളോടും വിഭാഗങ്ങളോടും നിനക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളുമുണ്ട്. ആ കടപ്പാടുകൾ നീ വീട്ടിയില്ല എങ്കിൽ ഒരിക്കലും നിനക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടവനായി കൊണ്ട് പരലോകത്തെത്താൻ സാധിക്കുകയില്ല. ആരാണ് അയൽവാസികൾ എന്ന് പറയുന്നത്? നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അത് എത്ര വീടുകളുണ്ട് അത് മഹത്തുക്കളായ ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ മുൻഭാഗത്തേക്ക് ഒരു 40 വീട്, പിൻവശത്തേക്ക് 40 വീട്, വലതുവശത്തേക്ക് 40 വീട്, ഇടതുവശത്തേക്ക് 40 വീട്, ഇങ്ങനെ നമ്മുടെ ചുറ്റുഭാഗത്തേക്കും 40 വീടുകളെല്ലാം നമ്മുടെ അയൽവാസികളാണ്. അവരോടൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ട്. മഹത്തുക്കളായ ആളുകൾ ഈ ഹദീസിനെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ അതിന് നമുക്ക് കണ്ടതായി കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു ശിഹാബ് സുഹരി റളിയല്ലാഹു അൻഹു പറയുന്നു, വലതുവശത്തേക്കും ഇടതുവശത്തേക്കും പിന്നിലും മുന്നിലും 40 വീട് വീതം അയൽവാസികളാകുന്നു എന്ന് ഫതുഹുൽ ബാരിയിൽ വിശദീകരിച്ചതായി കൊണ്ട് കാണാം ഈ ഹദീസിനെ. എന്നാൽ 40 വീടുകളോടും ഒരേ രീതിയിൽ നമുക്ക് കടപ്പാടും ബാധ്യതയുമാണോ? അത് വ്യത്യസ്തങ്ങളാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്ക് ഒരുപാട് അയൽവാസികളുണ്ട്, ഏത് അയൽവാസികളോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് പാലിക്കേണ്ടത്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത്, നിന്റെ വീടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അയൽവാസിയാണോ ആരാണോ അവരോട് നീ ഏറ്റവും കൂടുതൽ കടപ്പാട് പാലിക്കണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അയൽവാസി. ഇനി നബി തങ്ങൾ പഠിപ്പിക്കുന്ന ചില ഹദീസുകൾ മനസ്സിലാക്കിയ ശേഷം ഇവരോടുള്ള ബാധ്യതകളും കടപ്പാടുകളും എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹ്. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്ന ഒരാൾ തന്റെ അയൽവാസിയെ ദ്രോഹിക്കരുത്. ദ്രോഹം വാക്കുകൊണ്ടാവാം, പ്രവൃത്തി കൊണ്ടാവാം, സാമ്പത്തികമായിട്ടാവാം, അല്ലെങ്കിൽ ഒരു ശബ്ദവും കാര്യമൊന്നും ഇല്ലാതെ മറ്റു
ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തലാവാം, പല നിലക്കാവാലോ അന്നത്തെ പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടിക്കലുകൾ. അങ്ങനെ ഒരിക്കലും അയൽവാസിയെ നീ ദ്രോഹിക്കരുത്, നബി തങ്ങളുടെ ഓർഡറാണ്. മറ്റൊരു ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവൻ അവന്റെ അയൽവാസിക്ക് അവൻ ഗുണം ചെയ്തു കൊള്ളട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ അയൽവാസിയെ അവൻ ആദരിച്ചു കൊള്ളട്ടെ, അവനോട് അവൻ റെസ്പെക്ട് കാണിച്ചു കൊള്ളട്ടെ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഹദീസ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇത്തരത്തിലുള്ള ധാരാളം ഹദീസുകൾ, അയൽവാസിയോട് പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരുപാട് ബാധ്യതകൾ അവരോട് നാം ചെയ്തു കൊടുക്കേണ്ടതായി വിശദീകരിക്കുന്നുണ്ട്. 1, അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ മുസ്ലിം എന്നുള്ള നിലക്കുള്ള അയൽവാസിയോട് നമ്മൾ പാലിക്കേണ്ട മര്യാദ, കുടുംബബന്ധം എന്ന രീതിയിൽ പാലിക്കേണ്ടതായ മര്യാദ, അയൽവാസി എന്നുള്ള രീതിയിൽ പാലിക്കേണ്ട മര്യാദ, ഈ പറയുന്നത് മുഴുവൻ അയൽവാസി എന്നുള്ള ലേബലിൽ നിനക്ക് പരിഗണിക്കേണ്ട മര്യാദകളാണ്. അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും അല്ലെങ്കിലും ശരി. എന്തൊക്കെയാണത്? അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം തേടിയാൽ ആ സഹായം സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് സാമ്പത്തിക സഹായം തന്നെ ആവണമെന്നില്ല. നമ്മളിപ്പോ സഹായം എന്ന് കേട്ട ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുറെ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുക എന്നാണ്. എല്ലാ സമയത്തും ക്യാഷ് കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ കൊറോണ സമയത്തൊക്കെ ക്യാഷിന്റെ കയ്യിൽ ഒരു സാധനം കിട്ടാത്ത സാഹചര്യമായിരുന്നു. അപ്പൊ കാശ് കണ്ട് ഉപകാരമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. സഹായം എന്താണോ വേണ്ടത് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. രാത്രിയാണ്, വീട്ടിൽ വാഹനമൊന്നുമില്ലാത്തൊരു അയൽവാസിയാണ് നമുക്കുള്ളത് എങ്കിൽ 1 മണിക്കോ 12 മണിക്കോ ഒക്കെ കൊച്ചിന് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അമർത്തി ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം, കൊച്ചിന് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, അത് ഓടിക്കാനുള്ള ലൈസൻസ് ഒക്കെ നമുക്കുണ്ട് എങ്കിൽ നമ്മൾ അവരെ സഹായിക്കണം. ഇനി നമുക്കതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം, അതൊരു സഹായമാണ്. ഇനി അതൊന്നുമല്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഒരാൾക്ക് ഒരു മരണം സംഭവിക്കാം, അയൽവാസിയായ ഒരാൾ ഒരു മരണപ്പെട്ടു പോയി, ഏറ്റവും അവിടുന്ന് ഒരു നിലവിളി കേട്ടു, അവിടെ നമ്മൾ സഹായിക്കണം. എങ്ങനെ? ആ വീട്ടിലേക്ക് ചെന്ന് ആ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യണം. ആ വീട്ടുകാരെ നമ്മൾ ആശ്വസിപ്പിക്കണം, അവർക്ക് നമ്മൾ ധൈര്യം പകർന്നു കൊടുക്കണം. ഇതെല്ലാം അവർക്കുള്ള സഹായങ്ങളാണ്. അപ്പൊ കേവലം സഹായം എന്ന ആ ഒരു വാക്യത്തെ ഒരു ക്യാഷിൽ മാത്രം നമ്മൾ ഒതുക്കരുത്. അത് ശാരീരികമായിട്ടാകാം, മാനസികമായിട്ടാവാം. നമ്മളോട് അയൽവാസി ഒരു സഹായം തേടിയാൽ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അവന് നാം സഹായിക്കണം. പിന്നെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇഹ്യാ ഉലൂമുദ്ദീനിൽ നിന്നോട് എന്തെങ്കിലുമൊക്കെ കടം ചോദിച്ച് അയൽവാസി വന്നാൽ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ അത് കൊടുക്കണേ. കടത്തെക്കുറിച്ച് രണ്ട് ക്ലാസ് മുമ്പ് നമ്മൾ വിശദീകരിച്ചല്ലോ. കടം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മളെ പറ്റിക്കാനൊന്നുമല്ല. അയാൾ കുറച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു തരുമെന്ന ബോധ്യമൊക്കെ ഉണ്ടെങ്കിൽ തന്റെ അയൽവാസി എന്തെങ്കിലും നമ്മളോട് ചോദിച്ചു വന്നാൽ നമ്മൾ ആ കടം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കണം. ഇനി ദരിദ്രനായ ഒരു അയൽവാസിയാണ് എങ്കിൽ അയാളോട് നമ്മൾ ഔദാര്യം കാണിക്കണം. ഇങ്ങോട്ട് ചോദിക്കണം എന്നില്ല, കണ്ടറിഞ്ഞുകൊണ്ട് അയാൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ചെയ്യണം. അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ആണ് ശരി, ഏത് അയൽക്കാരനാണെങ്കിലും. ശരിക്ക് യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിമിന്റെ ഗുണങ്ങൾ, മുസ്ലിം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ലോകം പഠിക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും പറയും ഒരു മുസ്ലിം ആവണം എന്ന്, ഒരു മുസ്ലിമായ അയൽവാസിയെ കിട്ടണം എന്ന്. ഇത്രയും സുന്ദരമാണ് നമ്മുടെ ആശയങ്ങൾ.
ഇങ്ങനെയൊക്കെയുള്ള ഒരു അയൽവാസിയായിട്ട് വരണം എന്നല്ലേ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുള്ളൂ. മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരോടും നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നായി പറയുന്നത്. ഇത് മുസ്ലിമായ അയൽവാസിക്ക് മാത്രമുള്ളതല്ല, കുടുംബക്കാരനായ അയൽവാസിക്ക് മാത്രമുള്ളതല്ല, എല്ലാ അയൽവാസികളോടും നമ്മൾ പാലിക്കേണ്ട മര്യാദയാണിത്. ഇന്നത്തെ യുക്തിവാദികൾ, അതുകൊണ്ട് തന്നെ യുക്തിവാദികളെന്നൊന്നും അവനെ കുറിച്ച് പറയാൻ പറയില്ല. നമ്മൾ യൂട്യൂബിലൂടെ ഇസ്ലാമിനെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാനെ ചീത്ത വിളിക്കുക, നബിതങ്ങളെ ചീത്ത വിളിക്കുക, നബിതങ്ങളെ ഉമ്മാനെ ചീത്ത വിളിക്കുക. നമുക്ക് ഒരിക്കലും അത് കേട്ടിരിക്കാൻ പോലും പറ്റൂല. വിമർശനങ്ങളാവാം, വിയോജിപ്പുകളാവാം. വിയോജിപ്പുകളും വിമർശനങ്ങളും മാന്യമായ ഭാഷകളിലാണെങ്കിൽ അതിനോട് നമുക്ക് എത്രയും സംവദിക്കാം. അതിന് വിശുദ്ധമായ ഇസ്ലാമിൽ തെളിവുകളുണ്ട്. ധൈര്യമായിട്ട് ഖുർആനും ഹദീസും കൊണ്ട് ആരുടെ മുമ്പിലും നമുക്ക് പോവാം. ഒരാൾക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളുള്ള ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ നബിതങ്ങളെയും ഇസ്ലാമിനെയും ചീത്ത വിളിക്കുക, നമ്മളെ പ്രകോപിപ്പിക്കുക പരമാവധി. ഇതെന്തിനാ? ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഒരു വെറുപ്പ്, ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകൾക്ക് ഒരു വെറുപ്പ് തോന്നിപ്പോകും. അതുകൊണ്ട് ഇസ്ലാം, അതിന്റെ ആശയങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കാൻ പോലും ഒരാളും തയ്യാറാവരുത് എന്ന ഒരു ലേബന് വേണ്ടിയാണ് ഈ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്തിവാദികളല്ല, കറക്റ്റ് സംഘികൾ എന്ന് തന്നെ അവരെ കുറിച്ച് പറയാം. മുസംഘികളുണ്ട്, ക്രിസംഘികളുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൽ ഓരോ ആളുകൾക്ക് പേര്. മുസ്ലിമായിട്ട് പോയ ആളുകൾ, എക്സ് മുസ്ലിം, വേറെ ഒരാൾ ഇപ്പൊ അവരെ കഴിഞ്ഞ ദിവസം അടയാളപ്പെടുത്തി എക്സ് മുസ്ലിം അല്ല, ഓലെ എച്ചില് മുസ്ലിങ്ങൾ എന്നാണ് പറയേണ്ടതെന്നാണ്. മാന്യമായ ഭാഷയിലല്ല, അവരുടെ സംസാരങ്ങൾ കേട്ട് നമുക്ക് അങ്ങനെയാണ് അവഹേളിച്ചുകൊണ്ടുള്ളതായൊരു സംസാരം. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്ര സുന്ദരമാണെന്ന് നോക്കൂ. ഒരു രോഗിയായാൽ നീ സന്ദർശിക്കണം. മുസ്ലിം ആണെങ്കിലും ശരി, അമുസ്ലിം ആണെങ്കിലും ശരി. നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു അയൽവാസി രോഗിയായി നീ സന്ദർശിക്കണം. അത് നിന്റെ ഒരു കടമയാണ്. എന്നാ പിന്നെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. 3 മാസം സന്ദർശകരാരും പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഡോക്ടർ. ആ വീട്ടിൽ പോയി അവരെ ശല്യപ്പെടുത്താനും പാടില്ല. ഈ പോകുന്ന ആളുകളും ശ്രദ്ധിക്കണം. ഇപ്പൊ എന്റെ ഉമ്മാനെ കാണാൻ വേണ്ടി ഒരു സഹോദരി വന്നു. ഉംറക്ക് പോയി വന്നപ്പോ എന്റെ ഉമ്മ വളരെ ക്ഷീണിതയായി പ്രയാസപ്പെട്ട് കിടക്കുകയാണ്, ചുമച്ചൊക്കെ എണീക്കാനൊന്നും പറ്റാതെ. അപ്പൊ ഈ ഒരു അയൽവാസിയായ ഒരു സഹോദരി തന്നെയാണ്. അവര് വന്നുകൊണ്ട് ഉമ്മാനോട് പറയാണ്, തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു അയൽവാസിയായ വേറെ ഒരു സ്ത്രീയെ പേര് പറഞ്ഞിട്ട് പറയാണ്, ആ സ്ത്രീ ഉംറ കഴിഞ്ഞു വന്ന് ഇതേപോലെ പനിച്ചു കടന്നതാണ്, പിന്നെ എണീറ്റിട്ടില്ല, അങ്ങനെ മരിച്ചുപോയി. എന്റെ ഉമ്മാനോട് പറഞ്ഞ നേരിട്ട് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോ ഇങ്ങനെയൊന്നും നമ്മൾ പറയരുത് എന്റെ പ്രിയപ്പെട്ടവരെ. ഉമ്മ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അള്ളാന്റെ കള്ള അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു രോഗിയോടൊന്നും പോയി നമ്മൾ പറയരുത്. അതൊക്കെ വളരെ മോശമായ പ്രവൃത്തിയല്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക? സുഖമില്ലാതെ കിടക്കുന്ന, ഉംറക്ക് പോയി വന്ന് പ്രയാസം അനുഭവിച്ച് കിടക്കുന്ന ഒരാളോട് മറ്റേ ആൾ ഇതേപോലെ ഉംറ കഴിഞ്ഞ് വന്നിട്ട് പനിച്ച് കിടക്കായിരുന്നു, പിന്നെ എണീറ്റിട്ടില്ല, അങ്ങനെ മരിച്ചുപോയി, ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യനോട് അങ്ങനെ പറയാവോ? അത് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് അയാൾക്ക് സന്തോഷം ഉണ്ടാകുന്ന വാക്ക് പറയണം, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം, അധിക സമയം അവിടെ നിൽക്കാൻ പാടില്ല. ഇതൊക്കെ രോഗിയെ കാണാൻ പോകുന്ന വ്യക്തികൾ പാലിക്കേണ്ട ചില മര്യാദകളാണ്. എന്തോ ആവട്ടെ, സുഖമില്ല എന്ന് കേട്ടാൽ ഡോക്ടർമാർ അവരെ കാണരുത് എന്ന് നിർദ്ദേശിച്ച രോഗിയാണെങ്കിൽ അവരെ പോയി ശല്യപ്പെടുത്തരുത്. അല്ലാത്ത ചില രോഗികളൊക്കെ ഉണ്ടാകും, ഒന്ന് വന്നെങ്കിൽ, ഒന്ന് കണ്ടെങ്കിൽ എന്നാഗ്രഹിക്കുന്ന, അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള അയൽവാസികളൊക്കെ ആണെങ്കിൽ അവരെ പോയി നമ്മൾ സന്ദർശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. പിന്നെയോ മരണപ്പെട്ടു പോയാൽ അവന്റെ ജനാസയെ പിന്തുടരണം. ഇത് മുസ്ലിമായ അയൽവാസിക്ക് മാത്രമുള്ളതാണ്. ഒരു അമുസ്ലിമായ അയൽവാസിയാണെങ്കിൽ അതിന്റെ ജനാസ സംസ്കരണത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടതില്ല. എന്നാൽ ആരും സഹായിക്കാനില്ലാത്ത അമുസ്ലിമായ ഒരു അയൽവാസിയാണ്,
മരണപ്പെട്ടു. ആ കുടുംബങ്ങളൊക്കെ നിലവിളിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാ മരണപ്പെട്ടത്. നമ്മൾ തൊട്ട അയൽവാസിയാണെങ്കിൽ ആ വീട്ടിലേക്ക് ചെല്ലണം, അവരെ സ്വാന്തനപ്പെടുത്തണം, അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കണം. അവർക്ക് അവരുടെ മതാനുഷ്ഠാന പ്രകാരം നമ്മൾ ചെയ്തു കൊടുത്താൽ അവർക്ക് പ്രയാസമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യന് തന്റെ അയൽവാസിയോടുള്ള കടമയാണ്, ബാധ്യതയാണ്. മാത്രമല്ല, വീണ്ടും മഹാൻ പറയുകയാണ്, തന്റെ അയൽവാസിക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടായാൽ അവനെ അനുഗ്രഹിക്കണം, അവനെ പ്രശംസിക്കണം. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു അയൽവാസി, ആ അയൽവാസിയുടെ മോള് എന്ത് ചെയ്തു? ഉയർന്ന മാർക്കോടുകൂടെ SSLC പാസ്സായി, അല്ലെങ്കിൽ +2 പാസ്സായി, എങ്കിൽ ഉയർന്ന ഒരു ഉദ്യോഗം ആ പെണ്ണിലെ കുട്ടിക്ക് ലഭിച്ചു എങ്കിൽ അവരെ പോയി ഒന്ന് അഭിനന്ദിക്കുക. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ പങ്കുകൊള്ളുക. നമ്മളവിടെ കുശുമ്പുമായിട്ട് ഇരിക്കാൻ പാടില്ല. അയൽവാസിക്ക് എന്തെങ്കിലും കിട്ടിയാലാണ് നമുക്ക് വലിയ സങ്കടം. നമുക്ക് ഇനി വേറെ ആർക്കും, അപ്പുറത്തുള്ള ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ കറണ്ട് പോയി, എന്നാ പിന്നെ ആദ്യം നമ്മൾ ചെയ്യണം എന്താണ്? അയൽവാസിൻ്റെ അതും പോയിട്ടുണ്ടോ എന്നാണ്. അതും പോയിക്കണമെങ്കിൽ പിന്നെ ഒരു സമാധാനമാണ്. നമ്മളത് മാത്രമാകുമ്പോൾ കുഴപ്പമില്ല, അവൻ്റെതും പോയിട്ടുണ്ടോ? ഇനി ചില ആളുകളൊക്കെ അങ്ങനെ പറയാറുണ്ട്, അത് അവിടുത്തതും പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പോയതാണ്, അല്ല നമ്മുടെ ഫീസ് പോയതല്ല എന്നുള്ളത് അറിയാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ല അവിടെയും പോയിട്ടില്ല, നമ്മളത് പോയി, അപ്പൊ നമുക്കെന്തോ ഒരു വിഷമം. അങ്ങനെയാണെങ്കിൽ അത് പാടില്ല. ചുരുക്കത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായാൽ, പ്രശംസിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായാൽ, ഗുണങ്ങൾ ഉണ്ടായാൽ അവരെ നമ്മൾ പ്രശംസിക്കുക, അവരുടെ ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുകൊള്ളുക. നമ്മളിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു കടപ്പാടാണ്, ബാധ്യതയാണ്. അതേപോലെ വല്ല വിപത്തുകളും പ്രയാസങ്ങളും ഉണ്ടായാൽ അയൽവാസിയെ സ്വാന്തനപ്പെടുത്തണം, അവരെ നമ്മൾ ധൈര്യം കൊടുക്കണം, അവരുടെ ആശ്വാസവാക്കുകൾ പറയണം. അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരം കിട്ടി, എന്നാൽ ആ വീട്ടുകാരെ പോയി നമ്മൾ ആശ്വസിപ്പിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, പാലക്കാട് 4 പെൺകുട്ടികൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ക്ഷമ പ്രദാനം നൽകുമാറാവട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെ പോയി ആശ്വസിപ്പിക്കുക. അത് രാഷ്ട്രീയക്കാർ അവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ടാവാം, നല്ല മനസ്സോടെ പോകുന്നവരുണ്ടാകാം. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് തന്റെ അയൽവാസിയായ ഒരാൾക്കാണ് ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ അവനെ ആശ്വസിപ്പിക്കൽ അവന്റെ മതം അവനോട് പറയുന്ന ഒരു കടമയായി കൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്, നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര സുന്ദരമാണ് ഈ ആശയം. ഇനി മറ്റൊന്ന്, ഇതും കഴിഞ്ഞില്ല, വല്ല വിപത്തുമുണ്ടായാൽ സ്വാന്തനപ്പെടുത്തണം. മാത്രമല്ല, അവന്റെ അനുവാദമില്ലാതെ അവന് കാറ്റ് തടയുന്ന വിധം നീ നിന്റെ കെട്ടിടം പൊക്കിക്കളയരുത്. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീടിന്റെ അപ്പുറത്തൊരു സാധുവായ മനുഷ്യനുണ്ട്. അപ്പുറത്തുപ്പുറത്തൊക്കെ 4 ഭാഗത്തും വലിയ ഫ്ലാറ്റ് കെട്ടിക്കഴിഞ്ഞാൽ ഈ നടുവിൽ കിടക്കുന്ന മനുഷ്യന് കാറ്റും വെളിച്ചവും ഒന്നും കിട്ടൂല. അവന് പ്രയാസകരമാവുമെങ്കിൽ അവന് പ്രയാസകരമാകുന്ന രീതിയിൽ നിന്റെ വീടിനെ നീ പൊക്കിക്കെട്ടരുത്. ഇതിന്റെ അപ്പുറത്തേക്ക് നീ എങ്ങനെയാ ഒരു മനുഷ്യനോട് കടപ്പാടുണ്ട് എന്ന് പറയാ? ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ സ്വന്തം വീട് അത് നീ പൊക്കിക്കെട്ടിയാൽ തന്റെ അയൽവാസിക്ക്, അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആരാണെങ്കിലും, അയൽവാസിക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ, പ്രയാസം എന്ന് പറഞ്ഞാൽ ഇവന് നല്ല വീട് വെച്ച് പോകുന്നതിലുള്ളൊരു കുശുമ്പല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള പ്രയാസമല്ല. മറിച്ച് അവന് വെള്ളം കിട്ടൂല, അല്ലെങ്കിൽ അവന് കാറ്റ് കിട്ടൂല, അവന് ഭയങ്കര ജീവിക്കാൻ പ്രയാസമായി തീരും നമ്മൾ പൊക്കിക്കെട്ടിയാൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രത്യേകം പറയുന്നത് കാറ്റ് തടയുന്ന വിധം എന്നാണ്. അപ്പൊ വായു സഞ്ചാരം അവന് കിട്ടാത്ത രീതിയിൽ നിന്റെ വീട് നീ പൊക്കിക്കെട്ടരുത്. അത് വിശുദ്ധ ഇസ്ലാം നിന്നോട് കൽപ്പിക്കുന്ന ഒരു മര്യാദയാണ് അയൽവാസിയോടുള്ള. അതേപോലെ തന്നെ നീ എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ വാങ്ങിയാൽ കുറച്ച് അവനും ഹദിയ കൊടുക്കണം. അപ്പൊ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, മുന്നുക്കും ബേക്കൊക്കെ 40 അയൽവാസികൾ വീടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പഴം കൊണ്ടുവരികയാണെങ്കിൽ എല്ലാവർക്കും പഴം മേടിക്കേണ്ടി വരില്ല. അതല്ല നമ്മളെ കൊണ്ട് കഴിയുന്നത്. അത് വേറെ ഹദീസിലൂടെ പറയുന്നത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട് നബിയോട്, നബിയെ കുറച്ചേ കറിയുള്ളൂ, അയൽവാസികൾക്ക് കൊടുക്കാൻ, എല്ലാ അയൽവാസികൾക്കും കൊടുക്കാനില്ല, അപ്പൊ എന്ത് ചെയ്യണോന്ന്. അപ്പൊ പറഞ്ഞു, നിന്റെ വീടിനോട് വാതിൽ അടുത്ത് കിടക്കുന്ന അയൽവാസി ആരാണോ അവർക്ക് കൊടുത്തോ. എല്ലാവർക്കും കൊടുക്കാനില്ല, എന്നാ അടുത്ത അയൽവാസിക്ക് കൊടുത്താൽ മതി.
ഇപ്പൊ പഴങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വരിക, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരികയാണ്. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഇറക്കുന്ന അയൽവാസി ആ കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പഴം എടുത്ത് അതിൽ നിന്ന് കൊടുക്കുക. ഇത്ര സുന്ദരമായ ആശയാണ് ഈ പറയുന്നത്. അല്ലാതെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തി ഇതാ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കുന്ന രീതിയിലൊന്നും കൊടുക്കരുത്. ഇതൊക്കെ ഒരു സ്നേഹ പ്രകടനങ്ങളാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു വീട്ടുകാരൻ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് മേടിച്ചു വരുമ്പോ നമ്മുടെ മക്കൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് അവർ സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോ അവരോട് നമുക്കൊരു സ്നേഹം തോന്നൂലേ, ഒരു വാത്സല്യം തോന്നൂലേ? ഇതൊക്കെ ഒരു സ്നേഹബന്ധം ഉണ്ടാവാനാണ്. എത്ര സുന്ദരമായ ആശയമാണ് ഇതൊക്കെ എന്ന് നോക്കൂ. നിന്റെ വീട്ടിലേക്ക് നീ പഴങ്ങൾ വാങ്ങിയാൽ കുറച്ച് നിന്റെ അയൽവാസിക്കും നീ ഹദിയ കൊടുക്കുക. അതിന് ആ പഴവുമായി നിന്റെ കുട്ടി പുറത്തിറങ്ങിയാൽ അയൽക്കാരന്റെ കുട്ടിയെ ദേഷ്യം പിടിപ്പിക്കാൻ ഇടവരാത്ത രീതിയിൽ കുട്ടികൾ തമ്മിൽ വൈരാഗ്യം അത് വീട്ടിലേക്കെത്തി രക്ഷിതാക്കൾ തമ്മിൽ വൈരാഗ്യം ഉണ്ടാക്കാൻ കാരണമാവും. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ കുട്ടിക്ക് കൊടുത്തു, ആ കുട്ടി അതും കടിച്ചു പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർക്ക് കൊടുക്കാൻ വേണം. ഈ കൊച്ചിന്റെ കൈ നമ്മുടെ കയ്യിലുമില്ല, ഈ കുട്ടിയുടെ കയ്യിലുമില്ല. അപ്പൊ ഇവർക്ക് കുട്ടികളല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് തിന്നാൻ പാടില്ല എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ കുട്ടി ഈ പഴം അല്ലെങ്കിൽ മിഠായി ഒക്കെ മറ്റു കുട്ടികളുടെ മുമ്പിൽ പോയി തിന്നുന്നു. അവർക്കത് ആഗ്രഹമുണ്ട് കിട്ടാൻ, അവർക്ക് കൊടുക്കാൻ നമ്മുടെ കൈവശം ഇല്ലതാനും. എങ്കിൽ ആ കുട്ടിയെ അവരടുത്തേക്ക് വിട്ടുകൊണ്ട് അവർ നീ നുണപ്പിക്കരുത്, കൊതിപ്പിക്കരുത്. അത് കഴിച്ചിട്ടേ അങ്ങോട്ട് വിടാവുള്ളൂ, നിന്റെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിൽ. ഇതൊക്കെ ഒരു മര്യാദയായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഉസ്താദെ കേവലം മനുഷ്യബുദ്ധി കൊണ്ട് ആലോചിച്ചത് നമ്മളൊന്നും ഇതിനെതിരെ ചെയ്യൂല. എന്നാൽ ഇങ്ങനെയൊന്നും അല്ല. ചില കുടുംബ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴേ, കുടുംബകലഹങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി നമ്മൾ മസ്ലഹത്തിന് പോകുമ്പോ ജ്യേഷ്ഠൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയും അനുജൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയും അവരുടെ മക്കളും ഒരു കുടുംബത്തിലാണ് ഈ താമസിക്കുന്നത്, വേറെ ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ പരാതികളായിരിക്കും. എന്ത്? ജ്യേഷ്ഠൻ കൊണ്ടുവന്ന മിഠായി പലഹാരങ്ങളും അനുജന്റെ കുട്ടികൾക്ക് കൊടുക്കൂല. ഇവരറിയുന്നുണ്ടാവില്ല. വീട്ടുകടുക്കളേക്ക് പോയി കഴിഞ്ഞാൽ ജ്യേഷ്ഠന്റെ ഭാര്യ ഇതെടുത്ത് അകത്തോട്ട് പോകും, എന്നിട്ട് അനിയന്റെ ഭാര്യക്ക് കൊടുക്കൂല. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് പല ആളുകളും. അനുജൻ കൊണ്ടുവരുന്നത് ജ്യേഷ്ഠന്റെ ഭാര്യ കുട്ടികൾക്കും കൊടുക്കൂല. ഒരു വീട്ടില് ഇങ്ങനെയൊക്കെ ലോകങ്ങളുണ്ട്. സ്വന്തം അയൽവാസിക്ക് കൊടുക്കണമെന്ന് പറയുമ്പോ സ്വന്തം വീട്ടിലുള്ള ജ്യേഷ്ഠാനുജന്മാർക്ക് കുട്ടികൾക്ക് കൊടുക്കാതെ എങ്ങനെ മനുഷ്യന്മാരെ അത് നമ്മൾ തിന്നുക? മുമ്പൊരിക്കലൊരു കുടുംബകലഹത്തില് ഒരു സഹോദരി പറഞ്ഞു, ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യം. ജ്യേഷ്ഠന്റെ ഭാര്യ അവര് മീൻ കൊണ്ടുവന്ന് അത് പൊരിച്ചു. എന്നിട്ട് ഈ ചട്ടിയോടുകൂടെ നേരെ അവരുടെ റൂമിലേക്ക് പോയി. ഈ സ്മെല്ല് കേട്ട് അനിയന്റെ ഭാര്യന്റെ മക്കള് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഉള്ളിലോട്ട് വന്നു, ഉമ്മച്ചി മീൻ. അവര് ഉള്ളിലോട്ട് പോയി, എന്നിട്ട് ഉള്ളിലിരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമൊക്കെ. ഒരു വീട്ടില് 2 വെപ്പാണ്, അടുപ്പ് 2 എണ്ണാണ്. അപ്പൊ ജ്യേഷ്ഠൻ മേടിച്ച മീൻ അനിയന്റെ ഭാര്യക്കും കുട്ടികൾക്കും കൊടുക്കൂല. എന്നാ കാണാതെ തിന്നാനും പാടില്ല. ഇത് കണ്ടുകൊണ്ട് മീനല്ല, അതിന്റെ സ്മെല്ല് വരൂലേ. എന്നിട്ട് ഈ കുട്ടികൾ വന്ന് കരയാ. എന്നിട്ട് ഈ സഹോദരി കരഞ്ഞുകൊണ്ട് എന്നോട് പറയണം, നമ്മളെ നാട്ടിലല്ല, നമ്മളെ സഹോദരി പഠിക്കാം, ചളിക്കവട്ടത്തൊന്നുമല്ല, വേറൊരു സ്ഥലത്താണ്, സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല. ആ കരഞ്ഞുകൊണ്ട് പറയാണ്, ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം, തന്റെ അയൽവാസിയായ ഒരു കുട്ടി, നിന്റെ കുട്ടി തിന്നുന്നത് കണ്ടാൽ അതിലേക്ക് ആഗ്രഹം വരുമെങ്കിൽ ആ കുട്ടിയെ കാണിച്ച് തിന്നാൻ പാടില്ല, അവർക്ക് കൊടുക്കണോന്ന് പറയുമ്പോ ഈ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജ്യേഷ്ഠാനുജന്മാർ ഒരു വീട്ടിൽ എങ്ങനെയാണ് ഇതൊന്നും കൊടുക്കാതെ ജീവിക്കുക? മനുഷ്യന്മാരുടെ ബുദ്ധി ഇതിന് സമ്മതിക്കും. ഇതാണ് മനുഷ്യൻ അധപ്പതിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോകുമെന്നാണ്. പിശാചിനേക്കാൾ അധമനായി തീരും മനുഷ്യന്റെ മനസ്സ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിന്റെ അയൽവാസിയായ ഒരു കുട്ടിക്ക് വിഷമമാകുന്ന രീതിയിൽ നിന്റെ കുട്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്നത് കണ്ടാൽ അവർക്ക് നീ കൊടുക്കണം. അതിന് നീ അനുവദിക്കരുത് അങ്ങനെ അവരെ വിഷമിപ്പിക്കാൻ. അതിന് നിനക്ക് കഴിയില്ല എങ്കിൽ രഹസ്യമായി കൊണ്ടുവേണം നീ അത് കഴിപ്പിക്കാൻ. അവർക്ക് കൊടുക്കാൻ വേണം നിന്റെ കയ്യിലില്ല, അവരുടെ അയൽവാസികൾക്ക് കൊടുക്കാൻ അത്ര നിന്റെ കൈവശമില്ല എങ്കിൽ അവർ കാണാത്ത രീതിയിൽ, അവരിതിന്റെ സ്മെല്ല് വരാത്ത ലഭിക്കാൻ
വിഷമിക്കാത്ത രീതിയിൽ നിന്റെ വീട്ടിൽ വന്നുകൊണ്ട് നീ ചെയ്യണേ. അവരെ നീ വിഷമിപ്പിക്കരുതേ കൊതി കൊണ്ട് എന്ന് മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. മാത്രമല്ല, കഴിഞ്ഞില്ല, നിന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷപ്പെട്ട കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സ്വല്പം നീ അവർക്കും കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ നിന്റെ കൈവശമില്ല എങ്കിൽ അതിൽ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചുകൊണ്ട് നിന്റെ അയൽവാസിക്ക് കൊടുക്കാൻ നീ ശ്രമിക്കണേ. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹമുള്ള അയൽവാസിയാണെങ്കിലാണ് ഈ പറഞ്ഞത്. സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള അയൽവാസികളാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, തീരെ കൊടുക്കാതിരിക്കരുത്. ഇത് പറഞ്ഞത് നമുക്ക് കുറച്ചുണ്ട്, നമ്മളെക്കാൾ പാവപ്പെട്ടവരാണ് അടുത്ത് കിടക്കുന്ന അയൽവാസി. നമ്മളിപ്പോ ഈ ഇറച്ചിക്കറി ഇവിടെ ഉണ്ടാക്കിയാൽ അതിന്റെ സ്മെല്ല് അവർക്ക് ലഭിക്കും, അവർക്ക് കൊടുക്കാൻ വേണ്ട നമ്മുടെ അടുത്തില്ല എങ്കിൽ നിന്റെ കറി കുറച്ചും കൂടെ നീട്ടിയിട്ട് ഇത്തിരിയെങ്കിലും അവർക്ക് നീ കൊണ്ടുപോയി കൊടുക്കണം. എത്ര സുന്ദരമായ ആശയമാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. ഇതാണ് ഇസ്ലാം. അയൽവാസികളോട് പാലിക്കേണ്ട ഈ മര്യാദകളൊക്കെ പാലിച്ചാൽ, ഒരു മനുഷ്യനോട് പറഞ്ഞാൽ, ഒരു മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും, അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ, ഇങ്ങനെയുള്ള ഒരു അയൽവാസിയെ എനിക്ക് വേണം എന്നല്ലേ ഏതൊരാളും പറയുള്ളൂ. എങ്കിൽ ഒരു യഥാർത്ഥ മുസ്ലിം ഇങ്ങനെയാവണം. അല്ലാഹു തആല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മുടെ അയൽവാസി നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ, നമ്മൾ ഏത് സമയം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഏത് സമയം പടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അയൽവാസിയാണ്. എന്നാലും തിരിച്ച് നീ അങ്ങോട്ട് പണി കൊടുക്കാൻ നിൽക്കണ്ട. നീ അതിൽ സ്വബർ ചെയ്തോ, നീ അതിൽ ക്ഷമിച്ചോ, അതാണ് നിനക്ക് ഏറ്റവും അഭികാമ്യം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഒരാൾ നല്ലവനാണോ അല്ലേ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് ഒരിക്കൽ ഒരാൾ വന്ന് നബി തങ്ങളോട് ചോദിച്ചു. ഞാൻ നല്ല ആളാണെന്ന് എങ്ങനെ അറിയാൻ? ഇപ്പൊ ഞാൻ നല്ലവനാണ് ചളിക്കവട്ടത്തുള്ള നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ ഉസ്താദ് കുഴപ്പമില്ല, കാരണം നിങ്ങളുടെ ഉസ്താദാണല്ലോ, 10-16 വർഷമായി നിങ്ങളുടെ ഉസ്താദാണ്, അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവുള്ളൂ. ഞാൻ നല്ല ആളാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കും, പക്ഷെ അതുകൊണ്ട് ഞാൻ നല്ല ആയിക്കോളണം എന്നില്ല. ഒരാൾക്ക് നല്ലവനാണോ ചീത്തയാണോ എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അവന്റെ അയൽക്കാരിൽ നിന്നാണ് എന്നാണ്. ഇവനോട് കുശുമ്പുമായിട്ട് പറയുന്നതല്ലാത്ത രീതിയിൽ ചിലവർ അങ്ങനെ ഉണ്ടല്ലോ, നല്ല മനുഷ്യനാണെങ്കിൽ അവനോട് അസൂയ കൊണ്ട് അവനെ നല്ലത് പറയാത്ത അയൽവാസി. അതല്ല, ഒരു അയൽവാസിയായ മനുഷ്യൻ നമ്മൾ നല്ലയാളാണ് എന്ന് നമ്മളെ കുറിച്ച് പറയുന്നുവെങ്കിൽ ആ വ്യക്തി നല്ലവനാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അയൽവാസി ഒരാളെ കുറിച്ച് അവൻ മോശപ്പെട്ട ആളാണെന്നാണ് പറയണെങ്കിൽ അവൻ ചീത്തയായ ആളാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് തൊബറാനി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണിത്. അപ്പൊ നമ്മൾ നല്ല ആളാണോ ചീത്തയാളാണോ എന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അത് അയൽവാസിയിൽ നിന്നേ കിട്ടുള്ളൂ എന്നാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അയൽവാസികൾക്ക് ദ്രോഹമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നവൻ ആരാണോ അവനാണ് നല്ലവൻ എന്നാണ് ഈ ഹദീസിന്റെ ആശയം. എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽവാസികളോട് എന്നെ കുറിച്ച് ചോദിക്കുക, യൂസുഫ് ഉസ്താദ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവരെന്നെ കുറിച്ച് നല്ലതാ പറയണെങ്കിൽ ഞാൻ നല്ലതാണ്, അവരെന്നെ കുറിച്ച് മോശ പറയണെങ്കിൽ ഞാൻ മോശക്കാരനാണ്. അതാണ് എന്റെ സത്യം. അല്ലാഹു തആല നമ്മുടെ അയൽവാസികളെ നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. അവരോടുള്ള കടപ്പാട് വീട്ടുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ അയൽവാസികൾ ഇത്രത്തോളം കടപ്പാടിനും നമുക്ക് സ്നേഹിക്കാനും ബാധ്യതകളും ഉള്ള ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാസാല ജിബ്രീൽ യൂസ്വീനി ബിൽ ജാർ. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വന്നുകൊണ്ട് അയൽവാസികളെ കുറിച്ച് എന്നോട് ഇങ്ങനെ പറയാണ്. എത്രത്തോളം? ഹത്താ ലനന്തു അന്നഹു സയുവരിസു.
മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തിന്റെ ഒരു ഭാഗം അയൽവാസികൾക്കും അവകാശപ്പെട്ടതാണ്. ഇപ്പൊ അതും കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം പറയും എന്ന് എനിക്ക് തോന്നിപ്പോയി. അത് മാത്രമേ ഇനി പറയാനുള്ളൂ. അല്ലാത്തതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസിക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളാ പറയുന്നത്. ഹത്താ ലനൻതു, ഞാൻ വിചാരിച്ചു. എന്ത്? ജിബ്രീൽ ഇപ്പൊ ഒരു പോയിന്റും കൂടി പറയും. ഏത്? നീ മരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഭാഗം അയൽവാസിക്കും കൊടുക്കണം, അതും കൂടെ ജിബ്രീൽ ഇപ്പൊ എന്നോട് പറയും എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത് പറഞ്ഞില്ല. അപ്പൊ അത്രത്തോളം അയൽവാസികളെ നീ മാനിക്കണം, അവനോട് നീ ബന്ധപ്പെട്ടവനാവണം, അവനോടുള്ള കടമകൾ തീർക്കണം എന്നതിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഓർമ്മപ്പെടുത്തി എന്ന് നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരിമാരെ, നമ്മുടെ അയൽവാസികളോട് നല്ല ബന്ധത്തിലാവണം നമ്മൾ. അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കുശുമ്പ് കാട്ടല്ലേ. അവർ നല്ല വീട് വെക്കുമ്പോ, നല്ല വാഹനം മേടിക്കുമ്പോ, അവരുടെ പെൺമക്കളെയൊക്കെ നല്ല ഉയർന്ന ആളുകൾ വന്നുകൊണ്ട് നല്ല മനുഷ്യന്മാരെ വന്ന് വിവാഹം ചെയ്തു കൊണ്ടുപോകുമ്പോ, അവർക്ക് കിട്ടിയ മരുമോള് നല്ല മരുമോളാകുമ്പോ, ഇതിനൊക്കെയാണ് ഇപ്പൊ കുശുമ്പ് വരാറ്. അവരുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടുമ്പോ, അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമ്പോ അവരോടൊന്നും നമ്മൾ കുശുമ്പ് കാട്ടരുതേ. അതിൽ നമ്മളും സന്തോഷിക്കുക. അള്ളാഹു കൊടുക്കുന്നവനാണ്, അള്ളാഹു ആണ് എല്ലാം നൽകുന്നവൻ. അവർക്ക് കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. എനിക്ക് അങ്ങനെയൊന്നും തരണ്ട എന്നാണ് റബ്ബ് വിചാരിച്ചിട്ടുള്ളത് എങ്കിൽ അതിൽ നമ്മൾ പൊരുത്തപ്പെടുക. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത്. അല്ലാഹ് കൊടുക്കുന്നത് തടയുന്നവനില്ല, അല്ലാഹ് തടഞ്ഞത് കൊടുക്കുന്നവനുമില്ല. വല്ലാത്ത ആശയം. അയൽവാസിക്ക് നല്ല വീട് അല്ലാഹ് കൊടുത്തതാണ്, എനിക്ക് നല്ല വീട് റബ്ബ് തന്നിട്ടില്ല. അയൽവാസിക്ക് നല്ല വാഹനം അല്ലാഹ് കൊടുത്തതാണ്, എനിക്കത് കിട്ടിയിട്ടില്ല. അയൽവാസിക്ക് നല്ല മക്കള്, നല്ല ഉദ്യോഗം, നല്ല സാമ്പത്തിക വരുമാനം അല്ലാഹ് കൊടുത്തതാണ്, എനിക്കതൊന്നുമില്ല, അല്ലാഹ് തരാത്തതാണ്. അതുകൊണ്ട് അല്ലാഹ് കൊടുത്തത് ഒരാൾക്കും തടയാൻ കഴിയില്ല. അല്ലാഹ് തടഞ്ഞത് എനിക്കതൊന്നുമില്ല എങ്കിൽ അത് ഭൂമി ലോകത്തുള്ള ഒരാൾക്കും തരാനും കഴിയില്ല. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ചിന്ത അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞതായ ഭാഗം എൻ്റെ സഹോദരിമാരെ, പുരുഷന്മാരിലേറെ നിങ്ങളാണ് ഈ കടപ്പാടുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽവാസികളോട് നല്ല രീതിയിലാവുകയും നല്ല ബന്ധത്തിലാവുകയും അവരോട് സ്നേഹത്തോടുകൂടെ പെരുമാറുകയും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അഥവാ ഏതെങ്കിലും ഒരു അയൽവാസി നമ്മളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ദ്രോഹിക്കാതെ നല്ല സൗമ്യമായ ഭാഷയിൽ അവരോട് പ്രതികരിച്ചുകൊണ്ട് ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് നന്മ കൊണ്ട് പ്രതികരിക്കുക, നന്മ കൊണ്ട് അവരോട് നമ്മൾ എതിരിടുക എന്ന ആ ആശയത്തെ മുൻനിർത്തിയായിക്കൊണ്ട് അവരെയും നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അയൽവാസികളോടും കുടുംബങ്ങളോടും ഒക്കെയുള്ള കടമകൾ നിർവഹിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبحان الذي يطلع في شهر ربيع الأول قمر نبي الهدى ووجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر زمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه النخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنا حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا ولات شمس الفلاح والهدى فسميه محمدا قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام
السلام بألف أيام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاه قط صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي الشفيع الأبتهي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول والحبيب العربي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب إننا نرجو إلى كأس حوضك للأتاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي الشفيع الأبتهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي
വസ്സലാമു അലാ റസൂൽ ഹബീബിൽ അറബി. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സുഖമില്ലാത്ത ആളുകൾ, നാട്ടിലൊക്കെ നമ്മുടെ സെക്രട്ടറി അടക്കം അദ്ദേഹം വീട്ടിലൊക്കെ പല ആളുകൾക്കും സുഖമില്ല, പനിയാണ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല നിലക്കുള്ള പകർച്ചവ്യാധികളും ഒരുപാട് സുഖമായെങ്കിലും ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ട്, പല വീടുകളിലൊക്കെ ഉണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ, രോഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ഇല്ലാതെയാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ മങ്കൂസ് മൗലിദ് ഓരോ ഹദീസും അതിൻ്റെ ബൈത്തും ചൊല്ലുന്നത്. അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഒരു സഹോദരൻ നമുക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച അവരുടെ മകളുടെ ഡെലിവറിയാണ്. അതുമായി ബന്ധപ്പെട്ട് സുഖപ്രസവത്തിനും റാഹത്തിനൊക്കെ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം റാഹത്താക്കി കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇതിലേക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്നവർ, പല ഉദ്ദേശങ്ങൾ വെച്ചവർ, എല്ലാ ക്ലാസ്സിലും മുടങ്ങാതെ പങ്കെടുത്തിരുന്നവർ, അല്ലാഹു എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നീ നന്മ പ്രദാനം നൽകണേ റഹ്മാനെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا الله. വിശുദ്ധമായ നിന്റെ ഖുർആനിന്റെ വചനങ്ങൾ ഓതി അതിൽ ഈ ലോകത്തോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കേട്ടു. അത് ഫോളോ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയൽക്കാരോടുള്ള ബന്ധങ്ങളെല്ലാം പാലിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, വെറും നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടുകയില്ല. അവന്റെ അയൽവാസികളോടും കുടുംബങ്ങളോടും തന്റെ മക്കളോടും മരുമക്കളോടും അമ്മായിമ്മമാരോടും എല്ലാവരോടുമുള്ള കടപ്പാടും ബാധ്യതയും പാലിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് വിജയിക്കാൻ കഴിയൂ. അല്ലാഹുവേ, എല്ലാവരോടുള്ള കടപ്പാടുകളും ബാധ്യതകളും നിറവേറ്റി ഒരു വാക്കുകൊണ്ടും കുത്തുവാക്കുകൊണ്ടും ആരെയും നോവിക്കാതെ നല്ല മനസ്സോടുകൂടെ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് ഈ സഹോദരിമാരെയും ഞങ്ങളെ ഉമ്മമാരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും നീ ഖൈറാക്കണേ റഹ്മാനെ. ദുനിയാവിലേറെ ആഖിറം ഖൈറാക്കണേ റഹ്മാനെ. ആഖിറം വിജയിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളായിട്ടുള്ളവർ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ മക്കള്, ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും, ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഈ ജമാഅത്ത് അംഗങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള ഈ പള്ളികൾക്ക് പരിസരത്ത് താമസിക്കുന്ന ആളുകൾ, അടുത്ത ജമാഅത്തിലുള്ള ആളുകൾ, ക്ലാസ്സിന് വന്നിരിക്കുന്ന ആളുകൾ, എപ്പോഴും പള്ളിയിൽ വന്ന് രോഗം കാരണമായി വരാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ, അല്ലാഹുവേ, എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കണ്ടാൽ പേടിക്കുന്ന രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ അതിൻ്റെ അണുക്കളെ നീ നശിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പലഹാരങ്ങൾ കൊണ്ടുവന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ, അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ.
അല്ലാഹുവേ ഇന്ന് പലഹാരങ്ങൾ കൊണ്ടുവന്ന ആ സഹോദരന്റെ ആ ഹലാലായ മുറാദ് നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. കൺകുളിർമയാകുന്ന സ്വാലിഹായ മക്കളെ, കൊച്ചുമക്കളെ നൽകി അവരെയും ഞങ്ങളെയും നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാര്, ഭാര്യമാര്, മക്കളുള്ളവരുണ്ട് റബ്ബേ, എല്ലാവർക്കും നീ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കൺകുളിർമയാകുന്ന സ്വാലിഹായ മക്കളെ നൽകി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടുകൂടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനെ. അതിനാവശ്യമായ ഹലാലായ വരുമാനങ്ങൾ, തൊഴിലവസരങ്ങൾ, കച്ചവടം, ബിസിനസ്, മഈശത്ത്, ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിലെല്ലാം ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ ലോകത്തിന്റെ പല ഭാഗത്താണ്, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ റബ്ബേ, അവരുടെ ജോലികളിലുമെല്ലാം നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാ നിലക്കുമുള്ള ഐശ്വര്യവും ബറക്കത്തും അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. അവസാനം ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ വിട പറഞ്ഞു പോകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.